ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. എല്ലാവരും പ്രീവിയസ് വീഡിയോസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പെർമ്യൂട്ടേഷനിലേക്ക് കടന്നിരിക്കുകയല്ലേ. ഇനി നമ്മൾ പെർമ്യൂട്ടേഷന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ഭാഗങ്ങളിലേക്ക് കടക്കുവാണ്. ഇതിൻ്റെ അകത്ത് ഒരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കിട്ടാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിനെ അപ്പുപ്പൻ ക്വസ്റ്റ്യൻ എന്നാണ് വിളിക്കുന്നത്. അപ്പുപ്പൻ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ അപ്പുപ്പൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കും. ഓക്കെ, ചോദ്യം ഇതാണ്. An appupan took 7 of his grandchildren to Kochi Marine Drive. In groups of 3. Without taking the same 3 children together twice. Question idana, how many times each child goes to Marine Drive, and how many times Appupan went to Marine Drive. ഇതാണ് ചോദ്യം. ഒരു അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പന് 7 കൊച്ചുമക്കളുണ്ട്. അവരെ ഇങ്ങനെ 3 പേരുടെ ഗ്രൂപ്പായിട്ട് മറൈൻ ഡ്രൈവിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൂപ്പന് മറൈൻ ഡ്രൈവിൽ പോകാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൂപ്പൻ ഓർക്കുന്നില്ല മറൈൻ ഡ്രൈവ് കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയ അത്ര നല്ല സ്ഥലമല്ല. കാരണം എന്താ, ഭയങ്കര ക്രൗഡഡ് ആണ്, പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ, അതുകൊണ്ട് പിള്ളേരെയും കൊണ്ടുപോകാനായിട്ട് പറ്റിയ സ്ഥലമല്ല. അത് അപ്പൂപ്പൻ ഓർത്തില്ല. ഓക്കെ, അപ്പൂപ്പന് അന്നേരം ഇങ്ങനെ 3 പേരുടെ ഗ്രൂപ്പ് ഉണ്ട്. 3 പേരുടെ ഗ്രൂപ്പ് ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എക്സാമ്പിള്, ഇപ്പം ആ കസിൻസിന്റെ പേരെന്ന് പറയുന്നത് ലെറ്റ്സ് സേ ടിങ്കു, സാജു, ജിജോ, ടിറ്റു, അനു, ജീന, ഷീബ, റീബ. ഇവരിത്രയും പേരാന്ന് വെച്ചോ. ഓക്കെ, എന്നാൽ അനുവിനെ കൊണ്ടുവന്നില്ല. ഈ 7 പേരാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ 7 കൊച്ചുമക്കളെയും കൊണ്ട് അപ്പൂപ്പൻ മറൈൻ ഡ്രൈവിൽ പോവാണ്. പോകുമ്പോ എന്താണ്, 3 പേരുടെ ഗ്രൂപ്പായിട്ടേ പോകത്തുള്ളൂ. അതായത് ടിങ്കുവും സാജുവും ജിജോവും ആയിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇതേ ഗ്രൂപ്പ് പാടില്ല. പറയുന്നത് എന്താണ്, സെയിം 3 ചിൽഡ്രൻ 2 പ്രാവശ്യം കൊണ്ടുപോകാം. അതായത് ടിങ്കുവും സാജുവും റീബയുമായിട്ട് പോവാം. ഇതൊരു ഡിഫറെന്റ് ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവരുടെ കൂടെ അപ്പൂപ്പൻ പോകും, ഇവരുടെ കൂടെ അപ്പൂപ്പൻ പോകും. ഇങ്ങനെ എത്ര ഗ്രൂപ്പുകളിൽ എത്ര പ്രാവശ്യം ഓരോ ചൈൽഡ് പോകും, അതേപോലെ തന്നെ എത്ര പ്രാവശ്യം അപ്പൂപ്പൻ പോകുന്നു. അപ്പൊ നമുക്ക് ആദ്യം അപ്പൂപ്പൻ എത്ര പ്രാവശ്യം പോകും, ഈ 7 പേരിൽ നിന്ന് 3 പേരുടെ എത്ര യുണീക്ക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാക്കാവോ അത്രയും പ്രാവശ്യം അപ്പൂപ്പൻ മറൈൻ ഡ്രൈവിൽ പോകത്തില്ലേ? കാര്യം പിടിയിട്ടില്ലേ? ഈ 7 പേരുണ്ട്, അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്ത് അപ്പൂപ്പൻ ഓരോ ദിവസവും മറൈൻ ഡ്രൈവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ആ മറൈൻ ഡ്രൈവിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താ അറിയാവുന്നേ, മറൈൻ ഡ്രൈവിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രാവശ്യം ഇപ്പൊ ടിങ്കുവിനെയും സാജുവിനെയും ജിജോയെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ടിങ്കുവിനെയും ഷീബയും റീബയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഗ്രൂപ്പാണ്. ടിങ്കുവിന് വീണ്ടും വീണ്ടും പോവാം, പക്ഷെ സെയിം 2 പേരുടെ കൂടെ പോരുന്നേ ഉള്ളൂ. സെയിം ഒരു ഗ്രൂപ്പ് സെയിം ആയിരിക്കില്ല, ഒരാളെങ്കിലും ഡിഫറെന്റ് ആയിരിക്കണം. അപ്പൊ അപ്പൂപ്പൻ എത്ര പേരുടെ കൂടെ പോകും, എത്ര പ്രാവശ്യം പോകും? എത്ര 3 പേരുടെ ഗ്രൂപ്പ് 7-ൽ നിന്ന് ഉണ്ടാക്കാവോ അത്രയും പ്രാവശ്യം അപ്പൂപ്പൻ പോകത്തില്ലേ? സോ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഹൗ മെനി ടൈംസ് അപ്പൂപ്പൻ വെന്റ് ടു മറൈൻ ഡ്രൈവ്. 7-ൽ നിന്ന് 3 പേരുടെ ഗ്രൂപ്പ് എത്ര രീതിയിൽ ഉണ്ടാക്കാം? 7C3. ഈ ഓരോ ഗ്രൂപ്പിന്റെ കൂടെയും അപ്പൂപ്പൻ പോകുമല്ലോ, ശരിയല്ലേ? സോ നമ്പർ ഓഫ് ടൈംസ് അപ്പൂപ്പൻ ഗോസ് ടു മറൈൻ ഡ്രൈവ് 7C3. ഇത് കണ്ടുപിടിക്കാൻ എന്താണ്, നമ്മൾ 7-ൽ നിന്ന് തുടങ്ങി ഈ 3 ഉണ്ടെങ്കിൽ 3 നമ്പേഴ്സ് എടുക്കുക, 7, 6, 5. താഴെയും അതേ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, 1 into 2 into 3. ഇതായിരിക്കണമല്ലോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് 35 തവണ അപ്പൂപ്പൻ മറൈൻ ഡ്രൈവിൽ പോയി. ഈ കാര്യം പിടികിട്ടിയല്ലോ. അടുത്തത്, ഹൗ മെനി ടൈംസ് ഈച്ച് ചൈൽഡ് ഗോസ് ടു മറൈൻ ഡ്രൈവ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈച്ച് ചൈൽഡ്, സപ്പോസ് ഞാനിപ്പോ ഒരു ജിജോയെ അങ്ങ് എടുത്തു. ജിജോ ഉള്ള എത്ര ഗ്രൂപ്പുകളുണ്ടോ അത്രയും പ്രാവശ്യം ജിജോ പോകുമല്ലോ, ശരിയല്ലേ? ജിജോയെ ഉൾപ്പെടുത്തിയിട്ടുള്ള എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാക്കാവോ അത്രയും
അത്രയും എന്താണ്, അത്രയും തവണ ജിജോ പോകും മറൈൻ ഡ്രൈവില്, കാര്യമല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ചിന്തിക്കണം, ജിജോ ഡെഫിനറ്റ്ലി ഉള്ള എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. അതായത് 3 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിൽ ജിജോ ഡെഫിനറ്റ്ലി ഉണ്ട്, അതൊരു രീതിയിലേ പറ്റൂ. ബാക്കി എത്ര പേരെ സെലക്ട് ചെയ്യണം? 2 പേരെ സെലക്ട് ചെയ്യണം. എത്ര പേരിൽ നിന്ന്? 6 പേരിൽ നിന്ന്. കാരണം 7ൽ നിന്ന് ജിജോ ഫിക്സ്ഡ് ആണ് അവിടെ ബാക്കി നമുക്ക് വേണ്ടത് 6 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്താൽ പോരെ. സോ ദി ആൻസർ വിൽ ബിക്കം 1 into 6c2 എന്നുള്ള ഉത്തരം വരും അല്ലെ? 1 into 6c2 എന്ന് പറഞ്ഞാൽ 6 into 5 divided by 1 into 2, അതായത് ആൻസർ വിൽ ബിക്കം 15. കാര്യം പിടികിട്ടിയോ? 6c2 എന്ന് പറയുന്ന 15 എന്ന് പറയുന്ന ഒരു ഉത്തരം വരുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് വന്നൊരു ചോദ്യമാണ്, എസ്പെഷ്യലി ഈ ജിജോയെ ഉൾപ്പെടുത്തി ഹൗ മെനി ടൈംസ് ഈ ചൈൽഡ് ഗോസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ഉള്ള ഒരു ചോദ്യമായിരുന്നു അപ്പൂപ്പൻ മറൈൻ ഡ്രൈവിൽ പോകുന്ന ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് അടുത്ത ഹെഡിങ്. ഇതിന്റെ തിയറി നമ്മൾ ബൈനോമിയൽ തിയറത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ ഈ ഫോർമുല നിങ്ങൾ അങ്ങ് ഓർത്ത് വെച്ചാൽ. ഓക്കെ, മാക്സിമൈസിങ് ദ വാല്യൂ ഓഫ് NCR. മാക്സിമം വാല്യൂ ഓഫ് NCR എവിടെയാണ് ഉണ്ടാവുന്നത്? അതിൽ 2 കേസ് ഉണ്ട്. NCR മാക്സിമം ആകണമെങ്കിൽ n-ൽ ഡിപ്പെൻഡ് ആകും. n ഈവൻ ആണെങ്കിലും n ഓഡ് ആണെങ്കിലും ഡിഫറെന്റ് ഫോർമുലയാണ്. ഓക്കെ, n ഈവൻ ആണെങ്കിലും n ഓഡ് ആണെങ്കിലും ഡിഫറെന്റ് ഫോർമുലയാണ്. സോ മാക്സിമൈസിങ് NCR ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? The value of n. n even ആണെങ്കിൽ the maximum value of NCR will be NC(n by 2). അതായത് r-ന്റെ വാല്യൂ n/2 ആകുമ്പോഴായിരിക്കും NCR മാക്സിമം വാല്യൂ ആകുന്നത്. അതേസമയം തന്നെ n ഓഡ് ആണെങ്കിലും 2 ഫോർമുലയുണ്ട്, NC(n-1/2) or NC(n+1/2). ഇത് രണ്ടിലും ഇത് മാക്സിമം വാല്യൂ ആയിരിക്കും. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ പഠിക്കുന്നതായിരിക്കും? ഡെറിവേഷൻ ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ എവിടെ പഠിക്കുന്നേ? നമ്മുടെ ബൈനോമിയൽ തിയറത്തിൽ നന്നായിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പൊ ഓർത്ത് വെച്ചാൽ n-ന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് NCR will happen at NC(n/2) and n odd ആണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് NCR will happen at NC(n-1/2) or NC(n+1/2). കാര്യം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓക്കെ അല്ലേ? കാര്യം നന്നായിട്ട് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആയിട്ടുള്ളൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, a man wants to give as many number of parties as he can to 20 friends by calling same number of people but not the same group each time. How many people should be there in each group so that the number of parties is maximized? ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ബി പാർട്ട് ചോദ്യവും ഉണ്ട്. how many times each friend can be invited? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഒരാൾക്ക് 20 ഫ്രണ്ട്സ് ഉണ്ട്, അയാൾക്ക് ചിലപ്പോൾ 2 പേരുടെ ആകാം, 3 പേരുടെ ആകാം, 4 പേരുടെ ആകാം. ഇങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് വേണം? ഇങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പാർട്ടി നടത്തണം. ഇവിടെ നമ്മൾ പാർട്ടി നടത്തുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ദ നമ്പർ ഓഫ് പാർട്ടി ഷുഡ് ബി മാക്സിമം. അങ്ങനെയാണെങ്കിൽ ഓരോ ഗ്രൂപ്പിലും എത്ര പേരുണ്ടാകണം? ഇത് മാക്സിമൈസിങ് NCRന്റെ ചോദ്യമല്ലേ? 20 പേരിൽ ഉണ്ടെങ്കിൽ ഇത് ഈവൻ നമ്പർ ആണ്. NCR മാക്സിമം ആകുന്ന r-ന്റെ വാല്യൂ n/2 ആകുമ്പോഴാണല്ലോ n ഈവൻ ആണെങ്കിൽ.
അതായത് 20 CR മാക്സിമം ആക്കുകയാണല്ലോ നമ്മുടെ ഇത് അല്ലെ, നമ്മുടെ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഫോം ഫ്രം 20 മാക്സിമം ആക്കിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ R-ന്റെ വാല്യൂ എന്തായിരിക്കണം? R should be 20 divided by 2 which is 10. So the answer should be 20C10. കാര്യം പിടികിട്ടിയോ? 20C10. NCR is maximum when R is equal to n by 2. Okay, so how many friends he should call each time? Every time he should call 10 friends. കാര്യം പിടികിട്ടിയോ? അടുത്തത് how many times each friend comes. ഇത് നമ്മൾ previously നമ്മളെ ജിജോ എത്ര പ്രാവശ്യം മറ്റേ എടുത്ത് പോകുന്ന എവിടെ മറൈൻ ഡ്രൈവിൽ പോകുന്ന പോലത്തെ ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ how many times each friend can be invited. അതായത് ഒരു ഫ്രണ്ടിന് നമ്മളങ്ങ് ഫിക്സ് ആക്കി, ബാക്കി നമ്മൾക്ക് എത്ര പേരുണ്ട്? 19 പേരുണ്ട്. അതിൽ നിന്ന് നമ്മൾ എത്ര പേരെയാ സെലക്ട് ചെയ്യേണ്ടത്? 9 പേരെ സെലക്ട് ചെയ്താൽ മതി. അത്തരം 19C9 ആയി മാറും ആൻസർ എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയോ? കാരണം നമ്മൾക്ക് 10 പേരുടെ ഗ്രൂപ്പാണ് ഉണ്ടാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മാക്സിമം ആക്കാനായിട്ട്. അതിൽ ഒരാളെ അങ്ങ് ഫിക്സ് ആക്കി വെക്കുക, എന്നിട്ട് ബാക്കി എത്ര രീതിയിൽ ആളുകളെ കൂടെ കൂട്ടാമെന്ന് നമുക്ക് നോക്കാം. ബാക്കി എത്ര പേരുണ്ട്? 19 പേരുണ്ട്. അതിൽ നിന്ന് 9 പേരെ അങ്ങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 10 പേരെ വിളിക്കുന്ന കേസ് ആയല്ലോ. സോ ദി ആൻസർ വിൽ ബിക്കം 19C9. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ്ങിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതാണ് ജിയോമെട്രിക്കൽ പ്രോബ്ലംസ്. വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഈ ജിയോമെട്രിക്കൽ പ്രോബ്ലംസിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്ലെയിൻ എന്ന് എടുക്കുക. പ്ലെയിനിൽ കുറെ പോയിന്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു സർക്കിളിന്റെ അകത്ത് ഇടുന്നതാണ് എളുപ്പം. അന്നേരം കൊലീനിയർ ആയിട്ട് വരത്തില്ല, ഒരേ ലൈനിലുള്ള വരത്തില്ല. ഓക്കെ, ഇപ്പൊ ഒരു പ്ലെയിനില് ഇങ്ങനത്തെ പോയിന്റ്സ് ഉണ്ടെങ്കിൽ എത്ര ലൈൻ വരയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലൈൻ പോകണമെങ്കിൽ എന്താ വേണ്ടത്? 2 പോയിന്റ്സ് വേണ്ടേ? 2 പോയിന്റ്സിന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കുവോ അത്രയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഈ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഒരു ലൈൻ പോകണമെങ്കിൽ 2 പോയിന്റ് വേണം. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇഫ് n points are there on a plane, if n points are there on a plane of which no 3 are collinear, അതായത് 2 കൂടുതൽ പോയിന്റ്സ് ഒരു ലൈനിൽ ഇല്ല. Okay, no 3 points are collinear, then what is the number of straight lines that can be formed? Number of straight lines that can be formed. നമുക്ക് മനസ്സിലായായിരുന്നു നമ്പർ ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. നമുക്ക് മനസ്സിലായിരുന്നു ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ടാക്കാൻ എത്ര പോയിന്റ്സ് വേണം? 2 പോയിന്റ്സ് വേണം. അതായത് ഈ എന്നിൽ നിന്ന് എത്ര 2 പോയിന്റ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാവോ, ഏതൊരു 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു ലൈൻ ആയിട്ട് വരയ്ക്കാമല്ലോ. ഇതൊരു ലൈൻ ആയിട്ട് വരയ്ക്കാം, ഇതൊരു ലൈൻ ആയിട്ട് വരയ്ക്കാം, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയെല്ലാം നമുക്ക് ലൈൻ വരച്ചൂടെ? ഓക്കെ, അപ്പോ ഈ n പോയിന്റ്സിൽ നിന്ന് എത്ര 2 പോയിന്റ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാവോ അത്രയും ലൈൻസ് നമുക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാര്യം മനസ്സിലാവുമല്ലോ. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ഇതേ ഇതിൽ തന്നെ. ഇപ്പം n പോയിന്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാം? ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ട? 3 പോയിന്റ് വേണം അല്ലെ? 3 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓൾവേസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ n പോയിന്റ്സിൽ നിന്ന് എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാം? NC3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാം എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. കാര്യം പിടികിട്ടിയല്ലോ. സോ ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഈസ് NC3. ഓക്കെ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നമുക്കൊരു പോളിഗണിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഓക്കെ, പോളിഗൺ എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളിന് 3 സൈഡ്സും 3 വെർട്ടെക്സും ഉണ്ട് അല്ലെ? 3 സൈഡ്സും 3 വെർട്ടെക്സും ഉണ്ട്. ഒരു ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാൽ 4 സൈഡ്സും 4 വെർട്ടെക്സും ഉണ്ട് അല്ലെ? പിന്നെ എത്ര ഡയഗണൽസ് ഉണ്ട്? 2 ഡയഗണൽസും ഉണ്ട് അല്ലെ? ഈ പോളിഗൺ ഫോം ചെയ്തിരിക്കുന്ന എവിടെ നിന്നാണ്? 4 പോയിന്റ്സിൽ നിന്നല്ലേ ഈ പോളിഗൺ ഫോം ചെയ്ത്. ഈ
പോളിഗൺ അല്ല ഈ ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തേക്കുന്നത്. 4 പോയിന്റ്സ് വേണമല്ലോ നമുക്ക് ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നടത്താം. ഇപ്പൊ ഒരു 6 സൈഡഡ് പോളിഗണിനെ എടുക്കാം. ഒരു പോളിഗണിനൊക്കെ എപ്പോഴും വരയ്ക്കുമ്പോൾ ഒരു സർക്കിളിൽ വരയ്ക്കുന്നതാണ് എളുപ്പം. അന്നേരം നമുക്ക് കൊലീനിയാരിറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഒരു 6 സൈഡഡ് പോളിഗൺ എടുത്തു. 1 2 3 4 5 6 ഇങ്ങനെ ഒരു 6 സൈഡഡ് പോളിഗൺ നമ്മൾക്ക് എടുക്കും. ഓക്കെ, ഇത് 6 സൈഡഡ് പോളിഗൺ നമുക്ക് വേണമെങ്കിൽ 6 പോയിന്റ്സ് വേണമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഒരു 7 സൈഡഡ് പോളിഗണിന് നമുക്ക് എന്താ സംഭവിക്കുന്നത്? 7 സൈഡഡ് പോളിഗണിന് നമുക്ക് 7 പോയിന്റ്സ് വേണം. ഓക്കെ, അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ 7 പോയിന്റ്സിൽ നിന്ന് എത്ര ലൈൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും? 7C2 ലൈൻസ് ഫോം ചെയ്യാൻ പറ്റും. കാര്യം മനസ്സിലായല്ലോ. ഈ 7C2 എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്? ഈ 7C2 നമ്മൾക്ക് ഉണ്ടായിരിക്കുന്നത്, ഇതിന് ഈ 2 പോയിന്റുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡയഗണൽ ആയിട്ട് വരത്തില്ലേ? ഈ ഒരു പോയിന്റ് എടുത്താൽ ഇതൊരു ഡയഗണൽ ആയിട്ട് വരത്തില്ലേ? ഈ 7C2ന്റെ അകത്ത് ഈ ഡയഗണൽസും ഇൻവോൾവ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇതിലേക്ക് കിടക്കാം. ഇപ്പൊ 6 പോയിന്റ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ 6 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് 6C2 ലൈൻസ് ഫോം ചെയ്യാം അല്ലെ. 6C2 എന്ന് പറയുന്നത് 15 ആണ്. അതിന്റെ അകത്ത് നമുക്കറിയാം 6 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ 6 സൈഡ്സ് വരും. ബാക്കി എന്താണ്? ഡയഗണൽസ് ആയിട്ട് വരും. എന്നിട്ട് ഈ ഡയഗണൽസ് എത്രയാണെന്നാണ് വരുന്നത്? നമുക്ക് ഡയഗണൽസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡയഗണൽസ് ഫോർ എ 6 സൈഡഡ് ക്ലോസ് ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്? 15 - 6, അതായത് 9 ഡയഗണൽസ് വരുന്നതായിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം നമുക്ക് 7 പോയിന്റ്സ് വെച്ചിട്ട് 7 സൈഡഡ് ക്ലോസ് ഫിഗറിൽ എത്ര ഡയഗണൽസ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാം? നമുക്കറിയാം 7 സൈഡഡ് പോളിഗൺ ഫോം ചെയ്യുന്നത് 7 പോയിന്റ്സിൽ നിന്നാണ്. ആ 7 പോയിന്റ്സിൽ നിന്ന് നമുക്ക് ടോട്ടൽ എത്ര ലൈൻസ് ഫോം ചെയ്യാൻ പറ്റും? 7C2 ലൈൻസ് ഫോം ചെയ്യാൻ പറ്റും. ഈ 7C2 ലൈൻസിന്റെ അകത്ത് നമുക്ക് ഡയഗണൽസും ഉണ്ട്, സൈഡ്സും ഉണ്ട് അല്ലെ. അപ്പൊ ഈ 7C2 ഫോം ചെയ്യുന്നത് ഡയഗണലും, എത്ര സൈഡ്സ് ഉണ്ട് ഈ 7 സൈഡഡ് പോളിഗണിൽ? 7 സൈഡ്സ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് 7C2 - 7 എന്ന് വരും. കാര്യം പിടിയിട്ടില്ലോ. ദാറ്റ് ഇസ് 7C2 എന്ന് പറയുന്നത് നമുക്ക് 7C2 എന്ന് പറയുന്നത് 7 × 6 ഡിവൈഡഡ് ബൈ 1 × 2 - 7 എന്ന് നമുക്ക് വരും. 21 - 7 അല്ലെ. 21 - 7 എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്പർ ഓഫ് ഡയഗണൽസ് ഇങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു n സൈഡഡ് പോളിഗണിന്റെ കാര്യം, ഇപ്പൊ ഒരു n പോയിന്റ്സ് ഉണ്ടെങ്കിൽ, ഒരു n പോയിന്റ്സ് നമുക്ക് അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? n പോയിന്റ്സിൽ നിന്ന് NC2 ലൈൻസ് ഫോം ചെയ്യാൻ പറ്റും. ആ NC2 ലൈൻസിൽ n സൈഡ്സും കാണും, ബാക്കി ഡയഗണൽസും ആയിരിക്കും. കാര്യം പിടികിട്ടിയല്ലോ. കാരണം ഇവിടെ അടുത്തടുത്തുള്ളത് ജോയിൻ ചെയ്യുമ്പോൾ സൈഡ്സ് ആകും, അടുത്തടുത്ത് അല്ലാത്ത വെർട്ടെക്സ് ജോയിൻ ചെയ്യുമ്പോൾ അതൊരു ഡയഗണൽ ആയി മാറും. ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? 2 നോൺ അഡ്ജസന്റ് ആയിട്ടുള്ള വേർട്ടിക്സസ്, ഇതും എടുക്കാൻ പറ്റില്ല, അത് സൈഡായി പോകും. നോൺ അഡ്ജസന്റ് ആയിട്ടുള്ള വേർട്ടിസസ് ജോയിൻ ചെയ്ത് കിട്ടുന്ന എല്ലാം ഡയഗണൽ ആണ്. ഇത് ഡയഗണൽ ആണ്, ഇത് ഡയഗണൽ ആണ്, ഇങ്ങനെ ഡയഗണൽ കാണും. സോ NC2 എന്ന് പറയുന്നത് n സൈഡ്സിൽ നിന്നും ഒരു ഡയഗണലും കാണും. അപ്പൊ നമ്പർ ഓഫ് ഡയഗണൽസ് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നമ്പർ ഓഫ് ഡയഗണൽസ് ഫോർ ആൻ n സൈഡഡ് ക്ലോസ് ഫിഗർ എന്താണ്? NC2 - n ആണ്. വളരെ ഇമ്പോർട്ടന്റ്. NC2 എന്ന് പറയുന്നതിനെ നമുക്ക് n factorial by n - 2 factorial into 2 factorial minus n എന്നും എഴുതാലോ. that is n into n - 1 divided by 2 minus n എന്നും എഴുതാം. that is n into n - 1 divided by 2 minus 1, that is n into n - 3 whole divided by 2 എന്നുള്ള ഒരു ഉത്തരം കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാര്യം പിടികിട്ടിയല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഫ്രീക്വന്റ്ലി കാണുന്ന ഒരു ചോദ്യമാണ്. KEAM-നും കാണുന്ന ഒരു ചോദ്യമാണ് ഈ ഡയഗണൽസിന്റെ. കോൺസെപ്റ്റ് എല്ലാവർക്കും പിടികിട്ടിയല്ലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, if a polygon has 44 diagonals, then the number of sides of the polygon, നമുക്കറിയാം ഒരു n സൈഡഡ് പോളിഗൺ ഫോം ചെയ്യണമെങ്കിൽ n പോയിന്റ്സിനെ ജോയിൻ ചെയ്യണമല്ലോ. അത് NC2 ആണ് അല്ലെ. NC2 ലൈൻസ് നമുക്ക് n പോയിന്റ്സ് വെച്ച് പോവാം. അതിൽ നിന്ന് നമുക്കറിയാം അതിൽ n സൈഡ്സും കാണും, ബാക്കി ഡയഗണൽസും കാണും. ഇങ്ങനെ തന്നെയാണല്ലോ വരുന്നത്.
അതായത് NC2 എന്ന് പറയുന്നത് n സൈഡ്സ് പ്ലസ് ഡയഗണൽ എന്ന് പറയുന്ന 44 ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് NC2 മൈനസ് n എന്ന് പറയുന്ന 44 ആണ്. NC2 മൈനസ് n എന്ന് പറയുന്നത് n into n minus 3/2 എന്ന് നമുക്ക് മനസ്സിലായി. ദിസ് ഇസ് ഈക്വൽ ടു 4. ദാറ്റ് ഇസ് n into n minus 3 എന്ന് പറയുന്നത് 6 ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? n into സോറി 44 ആണ്, 4 അല്ല 44 ആണ്, അതാണ് ഞാൻ ഇത് 88 എന്ന് വന്നു അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ n into n minus 3 88 നമുക്ക് 8 എന്നും 11 എന്നും എഴുതാലോ. എന്തുകൊണ്ടാണ് എഴുതിയത്? ലെഫ്റ്റ് സൈഡിൽ n-ഉം 3 നമ്പർ ലെസ് ദാൻ ദാറ്റും, റൈറ്റ് സൈഡിലും അതേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും സോൾവ് ചെയ്ത് ചടങ്ങാക്കാതെ പെട്ടെന്ന് ഉത്തരം എഴുതാലോ അല്ലെ? സോ n into n minus 3 88 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പറും അതിൽ നിന്ന് 3 നമ്പർ ചെറുതായിട്ടുള്ള നമ്പറിന്റെയും പ്രോഡക്റ്റ് ആണ്. അതേ സാധനം നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ 8 into 11 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ലാർജർ വാല്യൂ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഷുഡ് ബി സെയിം ആസ് ലാർജർ വാല്യൂ ഇൻ ദ റൈറ്റ് സൈഡ്. സ്മോളർ വാല്യൂ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഷുഡ് ബി സെയിം ആസ് സ്മോളർ വാല്യൂ ഇൻ ദ റൈറ്റ് സൈഡ്. ലാർജർ വാല്യൂ ഇൻ ദ ലെഫ്റ്റ് സൈഡ് n ആണ്, അത് തന്നെ ആയിരിക്കണമല്ലോ ലാർജർ വാല്യൂ ഇൻ ദ റൈറ്റ് സൈഡ്. സോ n-ന്റെ വാല്യൂ 11 എന്ന് കിട്ടും. സോ ഇറ്റ് ഷുഡ് ബി എ 11 സൈഡഡ് പോളിഗൺ ടു ഫോം 44 ഡയഗണൽസ്. വളരെ ഇൻട്രസ്റ്റിംഗും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൗ മെനി parallelograms can be formed from a group of 6 parallel lines and another group of 5 parallel lines. Okay, അപ്പോൾ 6 parallel lines 1 2 3 4 5 6 parallel lines ഉം വേറെ another 5 parallel lines ഉം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എത്ര പാരലോഗ്രാം ഉണ്ടാക്കാം? നമുക്ക് പാരലോഗ്രാമിന് എന്താ വേണ്ടുന്നേ? പാരലൽ ആയിട്ടുള്ള 2 ലൈൻസ് വേണം, ഇതിന് പാരലൽ അല്ലാത്ത വേറെ 2 ലൈൻസ് വേണം. ഇത് ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പാരലോഗ്രാം ഡെഫിനറ്റ്ലി കിട്ടുമല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു 6 പാരലൽ ലൈൻസിന്റെ ഗ്രൂപ്പും അതിന് പാരലൽ അല്ലാത്ത വേറെ 5 പാരലൽ ലൈൻസിന്റെ ഗ്രൂപ്പും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എത്ര പാരലോഗ്രാം ഉണ്ടാക്കാം? നമുക്ക് ആദ്യം വേണ്ടുന്ന എന്താ? ആദ്യം ഈ 6 പാരലൽ ലൈൻസിൽ നിന്ന് 2 പാരലൽ ലൈൻസിനെ അങ്ങ് എടുക്കുക. എത്ര രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും? 6c2 രീതിയിൽ എടുക്കാൻ പറ്റും. ഫോളോഡ് ബൈ ദാറ്റ് ഈ 5 പാരലൽ ലൈൻസിൽ നിന്ന് എത്ര പാരലൽ ലൈൻസിനെ എടുക്കാം? 2 പാരലൽ ലൈൻസിനെ അങ്ങ് എടുക്കാം. സോ ദി ആൻസർ വിൽ ബിക്കം 6c2. സോ ദി ആൻസർ വിൽ ബിക്കം 6c2 into 5c2. കാര്യം പിടിയിട്ടല്ലോ, 6c2 into 5c2. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം തന്നിരിക്കുന്ന 6 പാരലൽ ലൈൻസിൽ നിന്ന് 2 അങ്ങ് എടുത്തു. ഫോളോഡ് ബൈ ദാറ്റ് ബാക്കി തന്നിരിക്കുന്ന 5 പാരലൽ ലൈൻസിൽ നിന്ന് 2 പാരലൽ ലൈൻസ് അങ്ങ് എടുത്തു. സോ ദി ആൻസർ വിൽ ബിക്കം 6c2 into 5c2. വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. എല്ലാവരും സോൾവ് ചെയ്തിട്ട് ഉത്തരം അങ്ങ് എഴുതിയേക്കുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. If there are n points in a plane, on a plane out of which p are collinear, then the number of lines which can be formed. Then the number of lines which can be formed. അപ്പൊ നമുക്കറിയാം ഇതൊരു കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ n പോയിന്റ്സ് ഇങ്ങനെ അങ്ങ് വന്നിരിക്കുകയാണ് സർക്കിളില്. ഇതെല്ലാം ചേർത്തിട്ട് ലൈൻ ഉണ്ടാക്കാം. എന്നിട്ട് പക്ഷേ കുറച്ചെണ്ണം കൊലീനിയർ ആയിട്ട് ഒരേ ലൈനിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇങ്ങനെ ഈ കൊലീനിയറിന്റെ പ്രത്യേകത എന്താ? ഇതിനെല്ലാം കൂടെ ലിങ്ക് ചെയ്താലും ഒരൊറ്റ ലൈനേ കിട്ടത്തുള്ളൂ. ഈ കാര്യം പിടികിട്ടിയല്ലോ. ഇപ്പൊ ഇവിടെ p പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഈ p എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ ലൈനേ ഫോം ചെയ്യത്തുള്ളൂ. അതിനെല്ലാം സെപ്പറേറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമുക്ക് n പോയിന്റ്സിൽ നിന്ന് എത്ര ലൈൻസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു? NC2 ലൈൻസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ തീർന്നോ? ഇല്ല. അതിൽ നിന്ന് ഈ കൊലീനിയർ ആയിട്ടുള്ള p പോയിന്റ്സിൽ നിന്ന് എത്ര ലൈൻസ് ഉണ്ടാക്കാൻ പറ്റും? PC2 ലൈൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഈ n പോയിന്റ്സിൽ നിന്ന് NC2 ലൈൻസ് ഉണ്ടാക്കാം. അതിൽ നിന്ന് ബാക്കി p ആയിട്ടുള്ള പോയിന്റ്സിൽ നിന്ന് എന്ത് പറ്റും? PC2 ലൈൻസ് ഉണ്ടാക്കാം.
ഓക്കെ, അതങ്ങ് സബ്ട്രാക്ട് ചെയ്യണം, കാരണം അതെല്ലാം സെപ്പറേറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്താ, ഈ PC2 ഈ ഒരു സിംഗിൾ ലൈനെ നമ്മൾ അങ്ങ് റിമൂവ് ചെയ്തില്ലേ, അത് ആഡ് ചെയ്യണം. ഓക്കെ, സോ ടോട്ടൽ നമ്പർ പോസിബിൾ ഇതാണ്, അതിൽ നിന്ന് സെയിം ലൈനിലുള്ളത് ഇതാണ്, പക്ഷെ അതെല്ലാം കൂടെ ചേർന്നിട്ട് സിംഗിൾ ഫോർമേഷൻ ഉണ്ടായതിനെ നമ്മൾ ആഡ് ചെയ്യണമല്ലോ. അപ്പൊ ടോട്ടൽ ആൻസർ എന്ത് വന്നു? NC2 മൈനസ് PC2 പ്ലസ് 1 എന്നുള്ളൊരു ഉത്തരം വന്നു. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വിച്ച് ക്യാൻ ബി ഫോംഡ് ഇൻ സെയിം കേസ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് which can be formed in a case where there are n points out of which p are collinear. collinear points ൽ നിന്ന് ട്രയാങ്കിൾ ഉണ്ടാകാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. സോ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഫ്രം n പോയിന്റ്സ് എന്ന് പറയുന്നത് NC3 ആണ്, കാരണം ട്രയാങ്കിൾ ഫോം ചെയ്യാൻ നമുക്ക് 3 പോയിന്റ്സ് വേണം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ കൊലീനിയർ പോയിന്റ്സിൽ നിന്ന് ഉണ്ടാക്കിയ ട്രയാങ്കിൾസിനെ എല്ലാം റിമൂവ് ചെയ്യണം. കാര്യം പിടിയോ? ഇതിന്റെ കൂട്ടത്തിൽ ഒരു 1 നമുക്ക് ആഡ് ചെയ്യണോ? വേണ്ട. കാര്യം എന്താ, ഈ ഇതിന്റെ അകത്തുള്ള ഇതെല്ലാം കൂടെ ട്രയാങ്കിൾ ഫോം ചെയ്യുവോ? ഇല്ല, ഇല്ലേ? ഈ കൊലീനിയർ ആയിട്ടുള്ള പോയിന്റ്സിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 1 എന്നുള്ള എഡീഷൻ വേണ്ട. അപ്പൊ എന്താ നമ്മൾ ചെയ്തേ? n പോയിന്റ്സിൽ നിന്ന് 3 പോയിന്റ്സ് സെലക്ട് ചെയ്തു, അതിൽ നിന്ന് p പോയിന്റ്സിൽ നിന്ന് 3 പോയിന്റ്സ് സെലക്ട് ചെയ്തതിനെ എടുത്തു കളഞ്ഞു. കാരണം എന്താ, p പോയിന്റ്സ് കൊലീനിയർ ആണ്. കൊലീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിലുള്ള പോയിന്റ്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് ഇത് ഫോം ചെയ്യാൻ പറ്റില്ല. So the answer will become NC3 minus PC3. Okay? Okay. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. Number of intersections which are possible, from n lines. n ലൈൻസിൽ നിന്ന് എത്ര ഇന്റർസെക്ഷൻ ഫോം ചെയ്യാം? നമ്മളൊരു 2 ലൈൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ഇന്റർസെക്ഷൻ പോസിബിൾ ആണ്? അതിന് ഒരൊറ്റ ഇന്റർസെക്ഷൻ അല്ലേ പോസിബിൾ ആവുള്ളൂ. 3 ലൈൻ എടുത്തു കഴിഞ്ഞാലോ അതിൽ 1, 2, 3 ഇന്റർസെക്ഷൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പോ 2 ലൈൻ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഒരു n ലൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര ഇന്റർസെക്ഷൻ പറ്റും? ഈ n ലൈൻസിൽ നിന്ന് ഓരോ 2 ലൈനിലും ഒരു ഇന്റർസെക്ഷൻ നമുക്ക് തരാൻ പറ്റും. ശരിയല്ലേ? സോ നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ വിച്ച് ആർ പോസിബിൾ ഫ്രം n ലൈൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? n ലൈൻസിൽ നിന്ന് 2 ലൈൻസിന്റെ എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും ഇന്റർസെക്ഷൻസ് നമുക്ക് ഉണ്ടാവുമെന്ന് കാര്യം പിടികിട്ടിയില്ലേ? കാര്യം പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം ആണ് നമ്മൾ എപ്പോഴും എഴുതേണ്ടത്. ഓക്കെ, പാരലൽ ആവുന്ന കേസ് ഒന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. ഓക്കെ, എപ്പോഴും മാക്സിമൈസ് ചെയ്യണം. ഓക്കെ, സോ നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ വിച്ച് ആർ പോസിബിൾ ഔട്ട് ഓഫ് n ലൈൻസ് എന്ന് പറഞ്ഞാൽ n ലൈൻസ് എന്നിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തായാലും 2 ലൈൻ എപ്പോഴും ഒരു ഇന്റർസെക്ഷൻ തരും. സോ ദി ആൻസർ വിൽ ബിക്കം NC2. കാര്യം പിടികിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ഇഫ് 5 points are there on a plane out of which 3 are collinear, then find the number of triangles. നമ്മൾ number of triangles 5 പോയിന്റ്സിൽ നിന്ന് 3 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് കിട്ടും. അതിൽ നിന്ന് ഈ 3 പോയിന്റ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ട്രയാങ്കിൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ, കാരണം കൊലീനിയർ പോയിന്റ്സിൽ നിന്ന് നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. സോ ദി ആൻസർ വിൽ ബിക്കം 5C3 minus 3C3 again. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? വീണ്ടും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 3 lines L1, L2, L3 are parallel to each other. If L1 has M, L2 has N, and L3 has K points on them respectively, then the number of triangles that can be made by taking these points as vertex.
ഓക്കെ, അപ്പൊ ഒരു ലൈൻ L1 M പോയിന്റ്സ്, L2 N പോയിന്റ്സ്, L3 K പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് എല്ലാം കൂടെ വെച്ച് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും? ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് എത്രയാണ്? M + N + K അല്ലേ? സോ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പോസിബിൾ ഒരു കണ്ടീഷനും ഇല്ലെങ്കിൽ M + N + K C3 ആണല്ലോ. ഈ കാര്യം പിടികിട്ടിയല്ലോ. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? കൊലീനിയർ ആയിട്ടുള്ള പോയിന്റ്സിൽ നിന്ന് ഫോം ചെയ്ത ട്രയാങ്കിൾസിനെ സബ്ട്രാക്ട് ചെയ്യാം. ആദ്യത്തെ ലൈനിൽ എത്ര കൊലീനിയർ പോയിന്റ്സ് ഉണ്ട്? M. അതിൽ നിന്ന് എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാമായിരുന്നു? MC3 മൈനസ് രണ്ടാമത്തേൽ NC3 സബ്ട്രാക്ട് ചെയ്യാം, മൂന്നാമത്തേൽ KC3 സബ്ട്രാക്ട് ചെയ്യാം. ഇതായിരിക്കണമല്ലോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? 3 ലൈൻസ് ഉണ്ട്, L1 L2 L3. അതില് പോയിന്റ്സ് M N and K ഉണ്ട്. അപ്പോ M + N + K C3 ട്രയാങ്കിൾസ് നമുക്ക് ഫോം ചെയ്യാം. അതിൽ നിന്ന് MC3 സബ്ട്രാക്ട് ചെയ്യാം, NC3 സബ്ട്രാക്ട് ചെയ്യാം, KC3 സബ്ട്രാക്ട് ചെയ്യാം. ആൻസർ ആയല്ലോ. അത്രയല്ലേ ഉള്ളൂ. കൊലീനിയർ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ എല്ലാം പോയിന്റ്സിൽ നിന്ന് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസിനെ എല്ലാം എടുത്തങ്ങ് ദൂരോട്ട് കളയുക. ഓക്കെ, ഫൈനല്ലേ? അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ചോദ്യം എന്ന് പറയുന്നത്, there are 37 lines. There are 37 lines on a plane. Of which 13 are passing through. Of which 13 are passing through point A. 11 are passing through. 11 are passing through point B. If no line passes through both A and B. If no line passes through both A and B, and no line is parallel, then the number of intersections possible. Okay, നമുക്കറിയാം 37 ലൈൻ ഉണ്ട്. ടോട്ടൽ ഇന്റർസെക്ഷൻസ് പോസിബിൾ എത്രയാണ്? നമുക്ക് 37 ലൈൻ തന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റർസെക്ഷൻസ് പോസിബിൾ ആക്ച്വലി 37 C2 ആണല്ലോ. ഈ കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, 2 ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒറ്റ രീതിയിലെ കൊണ്ടുപോയി ഇന്റർസെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ഈ 37 ലൈനിൽ നിന്നുള്ള എത്ര 2 ലൈനിന്റെ കോമ്പിനേഷൻ എടുക്കാവോ അത്രയും ഇന്റർസെക്ഷൻസ് നമുക്ക് കിട്ടുന്നതായിട്ട് മനസ്സിലാവും. ഓക്കെ, പക്ഷെ അതിന്റെ അകത്തൊരു പ്രശ്നമുണ്ട്, ഒരു ചതിക്കുഴിയുണ്ട്. അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 13 എണ്ണം എയിൽ കൂടെ കടന്നു പോകുന്നു. 1 2 3 4 അങ്ങനെ 13 എണ്ണം എയിൽ കൂടെ മാത്രം പോകുന്നു. 13 ലൈൻസ് ആർ പാസിംഗ് ത്രൂ എ. അതായത് ഈ 13 എണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ ഒരൊറ്റ എണ്ണമാണ്. കാര്യം പിടികിട്ടിയല്ലോ. അതേപോലെ തന്നെ 11 എണ്ണം ഇങ്ങനെ ബിയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. 13 എണ്ണം എയിൽ കൂടെയും 11 എണ്ണം ബിയിൽ കൂടെയുമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം മനസ്സിലായല്ലോ. അപ്പോ നമുക്ക് 37 ലൈൻസ് ഉണ്ട്. അതിൽ നിന്ന് 37 C2 ലൈൻസ് ഫോം ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യേണ്ടത് ഈ 13 എണ്ണത്തിലും ഡിഫറെന്റ് ആയിട്ട് ഫോം ചെയ്യാവുന്നത് ഒരൊറ്റ ഒരെണ്ണമാണ്. അന്നേരം അതിനെ സബ്ട്രാക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഈ 11 എണ്ണത്തിനെയും ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർസെക്ഷൻ ആക്കി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയും നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. തീർന്നോ? ഇപ്പൊ ഒരു പ്രശ്നം പറ്റി. നമ്മൾ ഇവിടെ ഉള്ള ഈ ഒരു സിംഗിൾ ഇന്റർസെക്ഷൻ ഇവിടെയും കളഞ്ഞില്ലേ? അന്നേരം അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യണ്ടേ? ആ 2നെ എക്സ്ട്രാ ആഡ് ചെയ്യണം. എന്താണ്? ഈ എയിലെയും ബിയിലെയും ഉള്ള ഇന്റർസെക്ഷൻ നമ്മൾ ആഡ് ചെയ്യണം. ലോജിക്കലാണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ തല ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നന്നായിട്ട് മനസ്സിലാക്കി പോകാവുന്ന ഒരു ചാപ്റ്റർ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്തിട്ടുള്ള 37 ലൈൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണത്തിന്റെ കോമ്പിനേഷൻ എടുത്താൽ അത്ര ഇന്റർസെക്ഷൻ പറ്റും. പക്ഷെ ഇതിൽ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 13 ലൈൻസ് എയിൽ കൂടെ പോകുന്നു, 11 എണ്ണം ബിയിൽ കൂടെ പോകുന്നു. പക്ഷെ ഈ 37 C2 അതിന്റെ ഇന്റർസെക്ഷനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ അങ്ങ് കളയണം അല്ലെ? അപ്പൊ 13 C2 കളഞ്ഞു, 11 C2 കളഞ്ഞു. പിന്നെ ഈ 2 ആഡ് ചെയ്തത് എന്താണ്? ഈ 13 C2 11 C2 കളഞ്ഞപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ എയും ബിയും എന്നുള്ള ഇന്റർസെക്ഷനെയും നമ്മൾ കളഞ്ഞായിരുന്നു. അതിനെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചതാണ്. കാര്യം പിടിയിടുക. സോ ദി ആൻസർ വിൽ ബി 37 C2 minus 13 C2 minus 11 C2 plus 2. ഇതാണ് നമ്മുടെ കയ്യിലുള്ള കളി. ഓക്കെ,
അടുത്തത് വീണ്ടും നമുക്ക് വളരെ ഫ്രീക്വന്റ്ലി സീൻ ആയിട്ടുള്ള ചോദ്യമാണ് ചെസ് ബോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, ചെസ് ബോർഡിന്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് അടുത്തത് കണക്കാം. എല്ലാവരും ചെസ് ബോർഡിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് എപ്പോഴേക്കും ചെസ് ബോർഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? 8 സ്ക്വയേഴ്സ് ഉള്ള 1 2 3 4 5 1 2 3 4 5 6 7 8 9. ചെസ് ബോർഡ് ഇങ്ങനെയല്ലേ നമുക്ക് ഇരിക്കുന്നത്? എല്ലാവർക്കും അറിയാം ചെസ് ബോർഡ് ഇങ്ങനെ ഇരിക്കുന്നത്. ചെസ് ബോർഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 9 പാരലൽ ലൈൻസ് ഇവിടെയും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വീണ്ടും 9 പാരലൽ ലൈൻസ് ഇവിടെയും. ഇതിൽ നിന്നല്ലേ നമ്മൾക്ക് എന്ത് ഫോം ചെയ്യുന്നത്? ഇതിൽ നിന്നാണ് നമ്മൾക്ക് ചെസ് ബോർഡ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് ഒരു ചെസ് ബോർഡിൽ എത്ര റെക്ടാങ്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എല്ലാ സ്ക്വയേഴ്സും റെക്ടാങ്കിൾ ആണെന്നുള്ളത് മറക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും 64 ആണെന്നോ അങ്ങനെ എല്ലാം പറയാനായിട്ട് വിചാരിക്കും. പക്ഷെ ആണോ? ഇതൊരെണ്ണം ഒരു റെക്ടാങ്കിൾ അല്ലേ, ഈ ഒരെണ്ണം ഒരു റെക്ടാങ്കിൾ ആണ്, ഈ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ആണ്, ഇങ്ങനെ ഇൻഫിനിറ്റ് റെക്ടാങ്കിൾസ് ഇല്ലേ? അപ്പൊ നമുക്ക് എല്ലാം കൂടെ എണ്ണി തിട്ടപ്പെടുത്താൻ എളുപ്പമാണോ? അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കാം. ഓർക്കുക, ഈ പാരലൽ ലൈൻസിൽ നിന്ന് റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടുന്ന എന്താണ്? 2 പാരലൽ ലൈൻസ് ഇവിടുന്നും ഈ ലൈനും ഞാനിപ്പോ എടുത്തു, എന്നിട്ട് ഈ ലൈനും എടുത്തു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്തില്ലേ? അപ്പൊ എന്താണ്? ഈ 9 ഇങ്ങനെ വെർട്ടിക്കലി പാരലൽ ആയിട്ടുള്ള ലൈൻസിൽ നിന്ന് 2 പാരലൽ ലൈൻസ് എടുക്കുക, ഫോളോഡ് ബൈ ദാറ്റ് ഈ ഹൊറിസോണ്ടലി പാരലൽ ആയിട്ടുള്ള 9 ലൈൻസിൽ നിന്ന് 2 ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന എല്ലാം നമുക്ക് റെക്ടാങ്കിൾസ് അല്ലേ? കാര്യം പിടികിട്ടിയോ? നമുക്ക് മനസ്സിലായ ചെസ് ബോർഡ് ഫോം ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 9 പാരലൽ ലൈൻസും വെർട്ടിക്കൽ ആയിട്ടുള്ള 9 പാരലൽ ലൈൻസും കൂടെ ചേർന്നാണ്. അപ്പൊ നമുക്ക് ചെസ് ബോർഡ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള റെക്ടാങ്കിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ പാരലൽ ആയിട്ടുള്ള വെർട്ടിക്കലി പാരലൽ ആയിട്ടുള്ള 2 പാരലൽ ലൈൻസും ഹൊറിസോണ്ടലി പാരലൽ ആയിട്ടുള്ള 2ഉം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെസ് ബോർഡ് ആയി റെക്ടാങ്കിൾ ആയി ഫോം ഇല്ലേ? സോ ദി ആൻസർ വിൽ ബി 9c2 into 9c2 which is 1296 എന്ന് വരും. Okay, so number of rectangles will be 1296. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാവുന്ന വേറൊരു ചോദ്യമാണ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചാടിക്കേടി 64 എന്ന് പറയും. അവിടെ നിങ്ങൾ ഈ ചെറിയ സ്ക്വയറെ കാണത്തുള്ളൂ. പക്ഷെ ഈ വലിയ സ്ക്വയർ, ഇതും ഒരു സ്ക്വയർ അല്ലേ? ഇതും ഒരു സ്ക്വയർ ആണ്, ഇതും ഒരു സ്ക്വയർ ആണ്, ഇതും ഒരു സ്ക്വയർ ആണ് അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു സ്ക്വയർ ആണ്, ഇതും ഒരു സ്ക്വയർ ആണ്, ഈ 3x3 സ്ക്വയേഴ്സും പറ്റും. അപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1 by 1, അതായത് ഇതിനെ നമുക്ക് 1 സെന്റിമീറ്റർ, ഇത് 1 സെന്റിമീറ്ററും ഇത് 1 സെന്റിമീറ്ററും എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് 1 by 1 സ്ക്വയേഴ്സ് എത്രയാണ്? 1 by 1 സ്ക്വയേഴ്സ് ഇവിടെ 8 എണ്ണം ഉണ്ട്, ഇവിടെയും 8 എണ്ണം ഉണ്ട്. 1 by 1 സ്ക്വയേഴ്സ് 8 into 8. 2 by 2 സ്ക്വയേഴ്സോ? 2 by 2 സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരെണ്ണം, 1 2 3 4 7 എണ്ണം വരത്തില്ലേ? 1 2 3 4 5 7 7 by 7. So 2 by 2 squares 7 by 7. അതേപോലെ 3 by 3 squares 6 into 6. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 1 by 1 squares ആയിട്ടുള്ള 8 by 8 പ്ലസ് 2 by 2 squares ആയിട്ടുള്ള 7 by 7 പ്ലസ് 3 by 3 squares ആയിട്ടുള്ള 6 into 6 പ്ലസ് എക്സെട്ര പ്ലസ് 1 into 1 വരെ വരും. അതായത് നമ്മുടെ ആൻസർ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 8 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1 സ്ക്വയർ. ഞാൻ ഇങ്ങനത്തെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ ഓൾറെഡി നമ്മൾ ഈ ഫോർമുല പറഞ്ഞു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ എന്ന് പറയുന്നത് n into n plus 1 into 2n plus 1 divided by 6 ആണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ?
n into n plus 1 into 2n plus 1 divided by 6. അങ്ങനെയാണെങ്കിൽ 1 square plus 2 square plus etc plus 8 square എന്ന് പറയുന്ന n ന്റെ വാല്യൂ 8 വരും. 8 into 8 plus 1 എന്ന് പറയുന്ന 9 into 2 into 8 plus 1 by 6. അതായത് 8 into 9 into 17 divided by 6. ഇത് 2 times, ഇത് 3 times, ഇത് 4 times അല്ലെ. So this will become 17 into 8 അല്ലെ, sorry, 8 into 9 into 17 divided by 6 എന്ന് വരും. സോറി, ഇത് 2 ടൈംസും ഇത് 3 ടൈംസും ഇത് 4 ടൈംസ്, സോറി 12 into 17 ആണ്, സോറി 12 into 17 ആയിരുന്നു, ഞാൻ വെറുതെ 8 into 17 12 into 17 എന്ന് പറയുന്ന 170 plus 34 എന്ന് പറയുന്ന 204 എന്നുള്ള ഒരു ഉത്തരം വരും. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് വിൽ ബി 204. വളരെ സിമ്പിൾ ആയിരുന്നല്ലോ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്പർ ഓഫ് intersections, number of intersections possible from 3 circles, possible from 3 circles and 4 straight lines, and 4 straight lines. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്പർ ഓഫ് intersections possible from 3 circles and 4 straight lines. ചിന്തിക്കാം, ഈ 3 സർക്കിളും 4 സ്ട്രെയിറ്റ് ലൈനും തന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇന്റർസെക്ഷൻസ് ആണ് പോസിബിൾ? ഒരു സർക്കിൾ ആൻഡ് സർക്കിൾ ഇന്റർസെക്ഷൻ പോസിബിൾ ആണ് അല്ലെ, സർക്കിളും സർക്കിളുമായിട്ടുള്ള ഇന്റർസെക്ഷൻ പോസിബിൾ ആണ്. അല്ലെങ്കിൽ പിന്നെ സർക്കിൾ ആൻഡ് ലൈൻ ഇന്റർസെക്ഷൻ പോസിബിൾ ആണ് അല്ലെ, സർക്കിൾ ആൻഡ് ലൈൻ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇന്റർസെക്ഷൻ. അല്ലെങ്കിൽ പിന്നെ ലൈൻ ആൻഡ് ലൈൻ ഇന്റർസെക്ഷൻ പോസിബിൾ ആണ്, അത് ഇങ്ങനത്തെ ഒരു ഇന്റർസെക്ഷൻ കാര്യല്ലേ. അപ്പൊ സർക്കിൾ ആൻഡ് സർക്കിൾ ഇന്റർസെക്ഷൻ വരാം, സർക്കിൾ ആൻഡ് ലൈൻ ഇന്റർസെക്ഷൻ വരാം, ലൈൻ ആൻഡ് ലൈൻ ഇന്റർസെക്ഷൻ വരാം. ഇങ്ങനത്തെ 3 ടൈപ്പിലുള്ള ഇന്റർസെക്ഷൻ ആണ് സർക്കിളും സ്ട്രേറ്റ് ലൈനും തമ്മിലുള്ള ഇന്റർസെക്ഷനിൽ വരുന്നത്. അപ്പൊ നമുക്ക് സർക്കിൾ ആൻഡ് സർക്കിൾ ഇന്റർസെക്ഷനിൽ എത്ര വരാമെന്ന് വരാം. ഒരു സർക്കിൾ ആൻഡ് സർക്കിൾ ഇന്റർസെക്ഷൻ ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്താണ് സംഭവിക്കേണ്ടത്? ഈ 3 സർക്കിളിൽ നിന്ന് നമുക്ക് 2 സർക്കിളിനെ അങ്ങ് സെലക്ട് ചെയ്യാം. ഓക്കെ, കാരണം ഈ 3 സർക്കിളിൽ നിന്ന് എത്ര 2 സർക്കിൾ എടുക്കുന്നോ ആ ഓരോ ഗ്രൂപ്പിലും എത്ര ഇന്റർസെക്ഷൻ വരും? ഈ സർക്കിൾ ആൻഡ് സർക്കിൾ ഇന്റർസെക്ഷൻ 2 ഇന്റർസെക്ഷൻ വരും അല്ലെ. അപ്പൊ നമ്മൾ ചിന്തിക്കണം എത്ര 2 സർക്കിളിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കാം. ആ ഓരോ കോമ്പിനേഷനും നമുക്ക് ഈ 2 ഇന്റർസെക്ഷൻ തരുമെന്നുള്ള ഉറപ്പാണല്ലോ, മനസ്സിലായി. അപ്പൊ സർക്കിൾ ആൻഡ് സർക്കിൾ ഇന്റർസെക്ഷൻ കഴിഞ്ഞു. പ്ലസ് സർക്കിൾ ആൻഡ് ലൈൻ ഇന്റർസെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഒരു സർക്കിൾ എടുക്കണം. 3 സർക്കിളിൽ നിന്ന് ഒരു സർക്കിളിനെ സെലക്ട് ചെയ്തു. ഫോളോഡ് ബൈ ദാറ്റ് 4 ലൈൻസിൽ നിന്ന് ഒരു ലൈനെ സെലക്ട് ചെയ്തു. ഒരു സർക്കിളും ഒരു ലൈനും കൂടെ എത്ര ഇന്റർസെക്ഷൻസ് നടത്തുന്നുണ്ട്? 2 ഇന്റർസെക്ഷൻസ് നടത്തുന്നുണ്ട്. സോ ഇത്രയും ഗ്രൂപ്പിലെ 2 ഇന്റർസെക്ഷൻസ്, സോ ഇൻറ്റു 2 നമുക്ക് വരും. ഇത് മനസ്സിലായല്ലോ? ഓക്കെ, സർക്കിൾ ആൻഡ് സർക്കിൾ ലൈൻ എത്ര എണ്ണം എടുക്കുക? ആദ്യം 3 സർക്കിളിൽ നിന്ന് ഒരു സർക്കിൾ എടുക്കുക, 4 ലൈനിൽ നിന്ന് ഒരു ലൈൻ എടുക്കുക, ഫോളോഡ് ബൈ ദാറ്റ് ഓരോ കോമ്പിനേഷനിലും 2 ഇന്റർസെക്ഷൻ പോസിബിൾ ആണ്. പ്ലസ് ലൈൻ ആൻഡ് ലൈൻ എത്ര ഇന്റർസെക്ഷൻ പോസിബിൾ ആയിട്ടുണ്ട്? 4 സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 2 സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക. ഈ ഇത്രയും കോമ്പിനേഷൻ, ഓരോ കോമ്പിനേഷനും എത്ര ഇന്റർസെക്ഷൻ തരും? ഒരു ഇന്റർസെക്ഷൻ തരും. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്താ വരുന്നത്? ഈ 3c2 into 2 plus 3c1 into 4c1 into 2 plus 4c2 into 1 which is 4c2 itself. വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമല്ലായിരുന്നോ? ഇങ്ങനെയാണ് നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഓരോ ചോദ്യങ്ങളും. തോട്ട് പ്രോസസ് മനസ്സിലാവുന്നില്ല. ഇനി പതുക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങും. ആ ഒരു ലെവലിലേക്ക് പതുക്കെ നിങ്ങൾ എത്തി തുടങ്ങും. എന്തുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ, ഒന്നും കൂടി ഈ ചോദ്യം ഒന്ന് എടുത്തു വെച്ച് ചിന്തിക്കുക. ഇതെല്ലാം വളരെ ഹിറ്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പെർമ്യൂട്ടേഷനെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്ന ചോദ്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തൊരു ഈ ഒരു വീഡിയോയിൽ ഒരു ഫൈനൽ ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതും. ഇഫ് വൺ സൈഡ് ആൻഡ് വൺ വെർട്ടെക്സ് other than those on the side of an n-sided polygon if one side and one vertex of a triangle and an n-sided polygon. Okay, ഞാൻ ചോദ്യം എഴുതും എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. If one side and one vertex other than those on the side of a triangle and an n-sided polygon is common
then the number of triangles that can be made from this n-sided polygon. അതാണ് നമ്മൾക്കുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്കൊരു n-sided polygon ആദ്യം തന്നിട്ടുണ്ട്, അതിനെ നമുക്കൊന്ന് വരയ്ക്കാൻ നോക്കാം. ഒരു n-sided polygon വരയ്ക്കാൻ നോക്കിയാ പോളിഗൺ എപ്പോഴും ഇങ്ങനെ സർക്കിളിൽ ഇട്ടിട്ട് വരയ്ക്കുന്നതാണ് എളുപ്പം. അപ്പൊ നിങ്ങൾക്ക് കൊലീനിയർ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വരാതിരിക്കും. ഇതൊരു n-sided polygon ആണെന്ന് ഓർക്കുക, എന്ന് ഓർക്കുക, n-sided polygon. ഇപ്പൊ ഇത് എന്താ പറയുന്നത്, ഈ വൺ സൈഡ് ആൻഡ് വൺ വെർട്ടെക്സ് other than those on the side of the n-sided polygon and a triangle are common. അപ്പൊ നമുക്കൊരു n-sided polygon ഉണ്ട്. ഈ n-sided polygonും നമുക്ക് വേണ്ടുന്ന ട്രയാങ്കിൾസിലും എന്താ പറയുന്നത്, നമുക്ക് വേണ്ടുന്ന ട്രയാങ്കിൾസിലും ഒരു സൈഡും ഒരു വെർട്ടെക്സും മാത്രമേ കോമൺ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ ഈ ഒരു സൈഡ് അങ്ങ് എടുത്തെന്ന് വെച്ചോ, ഈ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാം. ഓക്കെ, ഈ സൈഡ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രണ്ട് വെർട്ടെക്സ് എടുത്തു, ഈ പോയിന്റ് അടുത്തെടുത്തിട്ട് ഈ ട്രയാങ്കിൾ എനിക്ക് ഫോം ചെയ്യാൻ പറ്റുമോ? ഈ ട്രയാങ്കിൾ ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ? ഈ ട്രയാങ്കിൾ ആക്സെപ്റ്റബിൾ അല്ല. കാരണം എന്താ, ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് കോമൺ ആയിട്ട് വരും. പോളിഗണിലും ട്രയാങ്കിളിലും തമ്മിൽ രണ്ട് സൈഡ് കോമൺ ആയിട്ട് വരും. നമുക്ക് വേണ്ടുന്നത് എന്താ, ഈ n-sided പോളിഗണിൽ നിന്ന് ഒരു സൈഡ് മാത്രം എടുക്കണം. ആ സൈഡ് എടുത്തതിന് ശേഷം ഒരു വെർട്ടെക്സും കൂടെ എടുക്കണം. അങ്ങനെ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാം. അന്നേരം ഇപ്പം വരച്ചേക്കുന്നത് പോസിബിൾ ആണോ? അല്ല. കാരണം എന്താ, അത് ഇപ്പം വരച്ചിരിക്കുന്ന ഇത് പോസിബിൾ അല്ലാത്ത എന്താണ്, അന്നേരം രണ്ട് സൈഡ് കോമൺ ആയിട്ട് വരും. അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ ഈ സൈഡ് എടുത്തിട്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പറ്റുമോ? ഇതും പറ്റില്ല. അന്നേരം ഇതും കോമൺ ആയിട്ടുള്ള സൈഡ്സ് ആയിട്ട് വരും. അപ്പൊ അതും അലൗഡ് അല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അഡ്ജസന്റ് വേർട്ടിസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ വേർട്ടിസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ വേർട്ടിസ് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ലൈക്ക് ദിസ് with just one side common with the polygon and just one vertex other than those on the that side എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു, നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ n-sided പോളിഗണിൽ n സൈഡ്സ് ഉണ്ട്, അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സൈഡിനെ നമുക്ക് അങ്ങ് എടുക്കാം, nc1 ബേസിൽ എടുക്കാം. ഫോളോഡ് ബൈ ദാറ്റ് കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് എങ്ങനെ എടുക്കാം, ഈ വേർട്ടെക്സും ഈ വേർട്ടെക്സും എടുക്കാൻ പറ്റില്ല, ഈ വേർട്ടെക്സും ഈ വേർട്ടെക്സും എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ടോട്ടല് n-sided പോളിഗണിൽ n സൈഡ്സും n വേർട്ടെക്സും ആണല്ലോ ഉള്ളത്. അതിൽ ഈ സൈഡ്സിലുള്ള വേർട്ടെക്സ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഈ അഡ്ജസന്റ് ആയിട്ടുള്ള വേർട്ടെക്സ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ ബാക്കി എത്ര വേർട്ടെക്സ് ഉണ്ട്, n-4 വേർട്ടെക്സ് ഉണ്ട്. മനസ്സിലായല്ലോ? അതിൽ നിന്ന് ഏതൊരു വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫോം ചെയ്തൂടെ. ഇപ്പൊ ഈ രണ്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇതും രണ്ടും കളഞ്ഞിട്ട് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബിങ്കോ, ഒരു സൈഡ് ഒരു വേർട്ടെക്സ് അതർ ദാൻ ഓഫ് ദ സൈഡ്. ഈ വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ബിങ്കോ, ഒരു സൈഡ് ഒരു വേർട്ടെക്സ് കോമൺ ആയിട്ടുള്ള ട്രയാങ്കിള് ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാലും പറ്റുമല്ലോ, ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. അപ്പൊ നമുക്ക് എന്താണ്, ആദ്യം നമ്മൾ ഒരു സൈഡ് എടുക്കുക, അത് nc1 രീതിയിൽ പറ്റും. പിന്നെ അതിലുള്ള വെർട്ടെക്സിനെ ഒഴിവാക്കുക, അതിന്റെ സൈഡിലുള്ള വെർട്ടിസസുകളെ ഒഴിവാക്കുക. അതായത് 4 വെർട്ടിസസിനെ നമ്മൾ ഒഴിവാക്കി. അപ്പൊ അന്നേരം ബാക്കി എത്ര വെർട്ടിസസ് ഉണ്ട്, n-4 വെർട്ടിസസേ ഉള്ളൂ. അപ്പൊ nc1 into n-4 c1 എന്നുള്ളത് ഉത്തരമായിട്ട് നമുക്ക് കിട്ടും. So the number of triangles which can be formed like this will be nc1 into n-4 c1. വളരെ ഇൻട്രസ്റ്റിംഗും വളരെ നല്ലൊരു ലേണിംഗും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതോടുകൂടി നമ്മൾ ജോമെട്രിക്കൽ പ്രോബ്ലംസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് കണ്ടെന്നിരിക്കും. പക്ഷെ ആസ് സച്ച് നിങ്ങൾക്ക് ജെയുടെ ലെവലിലുള്ള ജോമെട്രിക് പ്രോബ്ലംസിനെ ഇനി അറ്റാക്ക് ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ബ്ലിങ്കസ് ചെയ്യാന്ന് പറഞ്ഞിരിക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും തുടങ്ങാൻ പോകുന്ന ഡിവിസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്യും. അതായിരിക്കും മെയിൻ ആയിട്ടുള്ള. പിന്നെ കുറച്ച് ബ്രെയിൻ ടീസേഴ്സ് ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരു 3-4 മണിക്കൂറിന്റെയും കൂടെ ക്ലാസ് ബാക്കിയുണ്ട് ഈ ചാപ്റ്ററിൽ. അതിൽ നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. സോ we'll meet again. Until then, don't forget to like, share and subscribe. Bye bye.